നമ്മുടെ നാട്ടിലുള്ള ഹിന്ദു മതസംസ്കാരത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും പ്രസവത്തിന് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞുള്ള ചടങ്ങുകളും അതിനുവേണ്ടി പ്രത്യേക പ്രാർത്ഥനകളൊക്കെ കാണാൻ കഴിയും. അതിൻ്റെ ഒരു ഇസ്ലാമിക് വേർഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇസ്ലാമിൽ അതിൽ യാതൊരു ഈ പറഞ്ഞതുപോലെ യാതൊരു അടിസ്ഥാനവും അതിനില്ല. മാത്രമല്ല ഈ പറഞ്ഞ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഫാത്തിഹ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ആ ഫാത്തിഹ മരിച്ച ആളുകളിലേക്ക് അത് അങ്ങോട്ട് ദാനം ചെയ്യുന്നു. ഹദിയ ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ ബർക്കത്ത് കൊണ്ടും അവരുടെ ഹക്ക് കൊണ്ടും ജാഹ് കൊണ്ടും പ്രാർത്ഥിക്കുക. ഈ രീതി തന്നെ ഒരർത്ഥത്തിലും ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. പിന്നെ രണ്ടാമത്തത്, ഇത് മറ്റു മതങ്ങളുമായി കൊണ്ട് സാദൃശ്യപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമേ അല്ല. അതേസമയം ഒരു പെണ്ണിന് എവിടെയാണോ താൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഏറ്റവും സുരക്ഷിതത്വം തൻ്റെ ശരീരത്തിനും ശാരീരികമായി മാനസികമായിട്ടും തോന്നുന്നു, ഭർത്താവിൻ്റെ കൂടെ നിൽക്കലാണെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ നിന്നോട്ടെ. അതല്ല, ഭാര്യ അവളുടെ വീട്ടിൽ അഥവാ അവളുടെ ഉപ്പയുടെയും അവളുടെ സഹോദരന്മാരുടെയും ഉമ്മയുടെയും സഹോദരിമാരുടെയൊക്കെ കൂടെ നിൽക്കലാണ് അവൾക്ക് കുറച്ചുകൂടി സമാധാനവും മാനസിക സന്തോഷവും ഉല്ലാസമൊക്കെ കിട്ടേണ്ടെങ്കിൽ അവിടെ പോയി നിന്നോട്ടെ. അത് ഒന്നാമത്തേതാവുമ്പോൾ ഉമ്മയുടെ കൂടെ നിൽക്കണം, രണ്ടാമത്തേത് ഭർത്താവിൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെയുള്ള രൂപത്തിൽ ഇതിനൊന്നും യാതൊരു രൂപത്തിലുള്ള അടിസ്ഥാനം ഇല്ല. പലപ്പോഴും ഈ ചടങ്ങ് കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ സ്വന്തം വീട്ടിൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും ആ ചടങ്ങൊന്ന് നടത്തി പിറ്റേ ദിവസം ഇങ്ങോട്ട് കൊണ്ടുവന്നാലും ശരി, അതെന്തോ വല്ലാത്തൊരു ബാധ്യത പോലെ നിർവഹിക്കുന്നത്. അങ്ങനെ അതൊരു ബാധ്യതയുടെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ബിദ്അത്തായിക്കൊണ്ട് തന്നെ പരിഗണിക്കപ്പെടണം. മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇത്തരം ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ തെറ്റാണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട പൗരോഹിത്വം ഇതിന് ഫാത്തിഹ ഓതാനും പ്രാർത്ഥിക്കാനും ചെല്ലുന്ന ഒരവസ്ഥ ഇത് അവരുടെ ഒരു ഉപജീവന മാർഗം അറിവില്ലാത്ത കൗമിനെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയല്ലേ ശരിക്കും ഇതിൽ? തീർച്ചയായും. കാരണം ഇവിടെ ധനം ചൂഷണം ചെയ്യുക എന്നതിനേക്കാൾ ഉപരി വിശ്വാസത്തെയാണ് ചൂഷണം ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശുബഹത്ത് കൊണ്ടുണ്ടാകുന്ന അഥവാ അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന തിന്മകളാണിത്. അതേസമയത്ത് ഷഹ്വത്ത് കൊണ്ട് ഒരാളുടെ വികാരം കൊണ്ടുണ്ടാകുന്ന ചിന്തകൾ, വൈകാരികമായ ചിന്തകളിൽ നിന്നുണ്ടാകുന്ന തെറ്റുകൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണെന്ന് അവന് ബോധ്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ തെറ്റിൽ നിന്ന് അയാൾക്ക് പിന്തിരിഞ്ഞു പോരാനുള്ള അവസ്ഥകളുണ്ട്, തൗബയുള്ള ചാൻസ് ഉണ്ട്. അതേസമയത്ത് ശുബഹത്തുകൾ, അറിവില്ലായ്മയിൽ നിന്നും ഉണ്ടാകുന്ന തെറ്റുകൾ ഒരിക്കലും മനുഷ്യൻ തെറ്റാണെന്ന് ആൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുകയുമില്ല. മാത്രമല്ല, അത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വിവരമില്ല എന്ന രൂപത്തിൽ അതിനെ പറഞ്ഞ് ആ രൂപത്തിൽ അതിനെ കാണുകയും എന്നിട്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മനസ്സിന് പകരം അത് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ മനുഷ്യന്മാരുടെ ദുനിയാവും ആഖിറത്തും വരെ നഷ്ടപ്പെടുത്താണ്. ദുനിയാവും നഷ്ടപ്പെടുത്താണ്, ആഖിറത്തും നഷ്ടപ്പെടുത്താണ്. ഇതിൽ വല്ല പുണ്യവും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 മക്കൾ ഖദീജ ബീവിയിൽ ഉണ്ടായിട്ടുണ്ട്. ഖദീജ ബീവിനെ എന്നായിരുന്നു പ്രസവത്തിന് കൊണ്ടുപോയത്? ഒന്നും വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഫാത്തിഹ ഓതി ദ്വാരുന്ന് എന്നാൽ ഖദീജ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞിങ്ങനെ ഒരു സുന്നത്ത് എന്നെങ്കിലും നമുക്ക് എന്താക്കായിരുന്നു, ആവശ്യത്തിൽ കരുതാമായിരുന്നു. അതിലെന്തെങ്കിലും ഖൈറുണ്ടായിരുന്നെങ്കിൽ സഹാബിമാർ നമ്മുടെ മുമ്പ് അത് ചെയ്യുമായിരുന്നു. അവർ ആയിരുന്നു ഈ മുസ്ലിം ഉമ്മത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരും ഏറ്റവും വലിയ ഇമാമുമാരും ഏറ്റവും വലിയ ഔലിയാക്കളും. അവരെ താഴെ ബാക്കി ഇനി ലോകത്ത് ആരാണെങ്കിലും ഉള്ളൂ. അവരാരും തന്നെ ഇത് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് ഇത് ഒരു ദുരാചാരമാണ്. അനാചാരം എന്നതിലുപരി ഇതൊരു ദുരാചാരം കൂടിയാണ്. ഇത് സമൂഹത്തിൽ നിന്ന് എടുത്ത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നതാണ് അതിൽ നിന്ന് നമ്മൾ വളരെ ശക്തമായ ഭാഷയിൽ നമ്മുടെ ശ്രോതാക്കളോട് നമുക്ക് പറയാനുള്ളത്.